അടുത്ത ക്വസ്റ്റ്യൻ ഫോർ എ ബെർണോളി ട്രയൽ വിത്ത് എ പ്രോബിലിറ്റി ഓഫ് സക്സസ് പി. ബെർണോളി ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സമ്മേഷൻ ഐ is equal to 1 to n xi is the number of success in the n trials is a sufficient estimator of p. അതായത് പിന്റെ സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ആണ് ഈ ടേം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം. അപ്പൊ അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ചെയ്യാം കേട്ടോ. ഞാൻ വീഡിയോ പോസ് ചെയ്ത് ക്വസ്റ്റ്യൻ എഴുതാം, വീഡിയോ പോസ് ചെയ്യാം, ക്വസ്റ്റ്യൻ എഴുതാം. ഓക്കെ, അപ്പൊ ഇനി അതിന്റെ എഫ് ഓഫ് എക്സ് കോമ പി എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ PDF എഴുതി, p raised to x 1 minus p raised to 1 minus x എഴുതി. ഓക്കെ, അത് എഴുതി. ഇനി കൺസിഡർ റാൻഡം സാമ്പിൾ x1 x2 എക്സെട്ര xn ഫ്രം എബവ് പോപ്പുലേഷൻ. നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് റാൻഡം സാമ്പിൾസ് എടുത്തു അല്ലെ, നമുക്ക് എന്ത് ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം. If summation I is equal to 1 to n xi is a sufficient estimator for p. Okay. അതായത് സമ്മേഷൻ എക്സ് ഐ എന്ന് പറയുന്നത് പിന്റെ സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ആണ്. നമ്മൾ ഇങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. ടി ഈസ് എ സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ഫോർ തീറ്റ. ടി എന്ന് പറയുന്നത് തീറ്റയുടെ ഒരു സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ആണെങ്കിൽ എൽ ഓഫ് x1 x2 എക്സെട്ര xn കോമ തീറ്റ is equal to L1 of t കോമ തീറ്റ ഇൻറ്റു L2 of x1 x2 എക്സെട്ര xn. എന്താ അതിന്റെ മീനിങ്? അതായത് ഈ ഒരു ഇതിന്റെ ലൈക്ലിഹുഡ് ഫംഗ്ഷനെ ആദ്യത്തെ ടേം തീറ്റ ഉള്ളതും രണ്ടാമത്തെ ടേമിൽ ഇൻഡിപെൻഡന്റ് ഓഫ് തീറ്റ പാരാമീറ്റർ ഇല്ലാത്തതുമായിട്ടുള്ളതിന് മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റണം അല്ലെ, അങ്ങനെ എഴുതാൻ പറ്റണം നമുക്ക്. ഫസ്റ്റത്തെ ടേമിൽ എന്ത് വേണം, തീറ്റ വേണം. രണ്ടാമത്തിൽ എന്ത് പാടില്ല, തീറ്റ പാടില്ല. എന്താ തീറ്റ എന്ന് പറഞ്ഞാൽ പാരാമീറ്റർ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ അല്ലെ. നമ്മൾ എന്താ പറയണത്, സമ്മേഷൻ ഐ is equal to 1 to n xi is a sufficient estimator for p. അപ്പൊ ടീന്റെ സ്ഥാനത്ത് ഈ ടേം, തീറ്റന്റെ സ്ഥാനത്ത് പി. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി എൽ ഓഫ് x1 എക്സെട്ര xn കോമ പി നമുക്ക് എങ്ങനെ എഴുതണം, L1 ഓഫ് സമ്മേഷൻ ഐ is equal to 1 to n xi കോമ പി. നോക്ക്, നിങ്ങൾ ഇത് നോക്കണം. ടി സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ ആയി നമ്മൾ ഇതിന് ഇങ്ങനെ എഴുതാം. അപ്പൊ ടിക്ക് പകരം ആര് കൊടുക്കണം, ഇവിടെ സമ്മേഷൻ xi കൊടുക്കണം, തീറ്റയ്ക്ക് പകരം പീനെ കൊടുക്കണം. ഞാൻ അങ്ങനെ ഇവിടെ ഈ ടേം എഴുതി. ഓക്കെ, അപ്പൊ വീഡിയോ പോസ് ചെയ്ത് വരെ എഴുതിയിട്ടുണ്ടാവും. ഇനി L1 ഓഫ് x1 x2 എക്സെട്ര xn കോമ പി is equal to എന്ത് ചെയ്തു, ലൈക്ലിഹുഡ് ഫംഗ്ഷൻ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും എന്ന് മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞ എങ്ങനെയാണ്, പ്രൊഡക്റ്റ് I is equal to 1 to n f of xi കോമ പി. ഇതിന്റെ മീനിങ് എന്താണ്, ആദ്യം xiക്ക് 1 കൊടുക്കാം ഇൻറ്റു xiക്ക് 2 കൊടുക്കാം. അപ്പൊ f of x1 കോമ പി ഇൻറ്റു f of x2 കോമ പി എക്സെട്ര f of xn കോമ പി. വീഡിയോ പോസ് ചെയ്ത് വരെ എഴുത്. ഓക്കെ, എഴുതിയിട്ടുണ്ടാവും. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, പിന്നെ നമ്മൾ ഓരോന്നും എഫ് ഓഫ് x1 കോമ പി നോക്ക്. എഫ് ഓഫ് x കോമ പി എന്ന് പറഞ്ഞാൽ p റേസ് ടു x 1 മൈനസ് p റേസ് ടു 1 റൈസ് ടു x. അപ്പോൾ എക്സിന് x1 കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും, ഇവിടെയും 1 വരും, ഇവിടെയും 1 വരും, അത്രയും മാറ്റുള്ളൂ. അപ്പോൾ എഫ് ഓഫ് x1 കോമ പി എന്ന് പറഞ്ഞാൽ p റേസ് ടു x1 ഇൻറ്റു 1 മൈനസ് p റേസ് ടു 1 മൈനസ് x. അങ്ങനെ ഫുൾ എഴുതി. എഫ് ഓഫ് xn കോമ പി എന്ന് പറഞ്ഞാൽ p റേസ് ടു x ഇൻറ്റു 1 മൈനസ് p റേസ് ടു 1 മൈനസ് x ഇതുവരെ എഴുതി. നമ്മൾ ഇതിന് എന്ത് ചെയ്ത് അറേഞ്ച് ചെയ്ത് എഴുതാം കേട്ടോ. p റേസ് ടു ഇവിടെ x1 ഉണ്ട്, ഇവിടെ x2, ഇവിടെ xn വരണ്ടില്ല. അപ്പൊ p റേസ് ടു x1 x2 എക്സെട്ര xn. അതായത് നമുക്കറിയാം a റൈസ് ടു m ഇൻറ്റു a റൈസ് ടു n എന്ന് പറഞ്ഞാൽ a റൈസ് ടു m പ്ലസ് n. ഇവിടെ p റേസ് ടു x1 ഇൻറ്റു p റേസ് ടു x2 ഇൻറ്റു എക്സെട്ര p റേസ് ടു xn. അപ്പോൾ p റേസ് ടു ഈ മുകളിലത്തെ ടേമിനെല്ലാം കൂടെ ആഡ് ചെയ്യാം. ഇനി ബാക്കി എന്താ, 1 മൈനസ് p റേസ് ടു 1 മൈനസ് x1. ഇവിടെ നോക്ക്, 1 മൈനസ് p റേസ് ടു 1 അല്ലേ. അപ്പൊ എത്ര 1 ഉണ്ടാവും, എല്ലായിടത്തും 1 മൈനസ് പി ഉണ്ട്. അപ്പൊ 1 മൈനസ് പി റേസ് ടു 1 മൈനസ് x1 പ്ലസ് 1 മൈനസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് 1 മൈനസ് xn. അങ്ങനെ എത്ര 1 വരുന്നുണ്ട് ആഡ് ചെയ്യാന്, എത്ര 1 വരുന്നുണ്ട്, n1 n ടൈംസ് ഉണ്ട്. അപ്പോൾ n വരും. പിന്നെ ആരാണ്, x1 x2 എക്സെട്ര xn ഉണ്ട്. അപ്പൊ മൈനസിനെയൊക്കെ പുറത്തെടുത്തു, ബാക്കി x1 x2 എക്സെട്ര xn. വീഡിയോ പോസ് ചെയ്ത് വരെ എഴുതുക. ഓക്കെ, പിന്നെ ഇതിന് നോക്ക്, x1 x എക്സെട്ര xn എങ്ങനെ എഴുതാം, സമ്മേഷൻ xi എന്ന് എഴുതിക്കൂടെ. x1 മുതൽ xn വരെ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ സമ്മേഷൻ xi. ഇവിടെയോ n മൈനസ്, ഇതിനെയും എന്ത് ചെയ്യാം, സമ്മേഷൻ xi ആക്കി എഴുതാം, എഴുതിക്കൂടെ. അപ്പൊ നമുക്ക് നോക്ക്, ഈ ആദ്യത്തെ ഒരു ടേമും ഇൻറ്റു 1 അല്ലെ, നമ്മൾ ജസ്റ്റ് ഇവിടെ ഒരു 1 കൊടുക്കാം. നോക്ക്, ഇതൊരു ടേമും ഈ 1ഉം, ഈ 1ൽ എന്ത് ഉണ്ടോ, സമ്മേഷൻ xi ഉണ്ടോ, ഇല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം, സഫിഷ്യന്റ് ആണ്. വീഡിയോ പോസ് ചെയ്ത് വരെ എഴുതും. ഓക്കെ, കണ്ടവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. L of summation xi comma p into L2 of x1 extra xn summation xi is a sufficient estimator for p. അതായത് നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ ടേമിൽ ആര് വന്നിട്ടില്ല,
സമ്മേഷൻ എക്സ് ഐ വന്നിട്ടില്ല. അതായത് നമ്മൾ രണ്ട് ടേമിലും സമ്മേഷൻ എക്സ് ഐ വന്നു. അപ്പോൾ ഒരു ഇൻറ്റു എന്ത് ചെയ്യുക, 1 ഇട്ട് കൊടുക്കുക. അപ്പം എന്താണ്, അതിൽ വന്നിട്ടില്ല. ഓക്കെ, ഇനി ഒരു പ്രോബ്ലം കൂടെ കേട്ടോ, ചെറിയ പ്രോബ്ലം ആണ്. ഷോ ദാറ്റ് എക്സ് ബാർ ഈസ് എ സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ഫോർ പി when samples of size are taken from binomial population with parameter n and p. n given ആണ്. അതായത് എക്സ് ബാർ എന്താണ്, സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ഫോർ പി ആണ്. എക്സ് ബാർ എന്ന് പറയുന്നത് ബൈനോമിയൽ ലിസ്റ്റ്, എക്സ് ബാർ എന്ന് പറയുന്നത് സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ഫോർ പി ആണ്. അപ്പൊ ഇക്വേഷൻ അപ്പോഴേ ഓർക്കണം, എൽ ഓഫ് എക്സ് ബാർ കോമ പി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റണം, എൽ ഓഫ് എക്സ് ബാർ കോമ L of x1, x2, etc. xn, p is equal to L1 of x bar, p into L2 of x1, x2, etc. x എന്ന് എഴുതാൻ പറ്റണം. കാരണം ഇവിടെ നോക്ക്, ടീൻ്റെ സ്ഥാനത്ത് എക്സ് ബാർ ആണ്, തീറ്റേൻ്റെ സ്ഥാനത്ത് പി ആണുള്ളത്. അപ്പം ഞാൻ വീഡിയോ പോസ് ചെയ്യുക, ക്വസ്റ്റ്യൻ എഴുതുക. എഫ് ഓഫ് എക്സ് കോമ പി എന്ന് പറഞ്ഞാൽ എൻ സി എക്സ് പി റേസ് എക്സ് ക്യൂ റേസ് എൻ മൈനസ് എക്സ്. ഇവിടെ എന്ത് ചെയ്തു, ക്യാപിറ്റൽ എൻ കൊടുത്തു, അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ സാധാരണ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ സ്മോൾ എൻ ആണ്, ഇവിടെ ക്യാപിറ്റൽ എൻ കൊടുത്തു, അത്രയേ ഉള്ളൂ. എക്സ് ഇസ് ഈക്വൽ 0 1 എക്സെട്ര എൻ. ഇഫ് എക്സ് ബാർ ഈ സഫിഷ്യന്റ് ഫോർ പി, എക്സ് ബാർ സഫിഷ്യന്റ് ആണെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും, ഈ ഒരു ഫോർമാറ്റിൽ എഴുതാൻ പറ്റും. ഇതൊക്കെ മുന്നേ പഠിച്ച സെയിം ഫോർമാറ്റാണ്, അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ വീഡിയോ പോസ് ചെയ്യുക, ഇതുവരെ എഴുതാം. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഇനി അതേപോലെ തന്നെയാണ്, വീഡിയോ പോസ് ചെയ്യുക, ഇതുവരെ എഴുതാം. ഇതൊക്കെ മുന്നേ പറഞ്ഞത് അത് തന്നെയാണ്, അതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഓക്കെ, ഇനി ഇതും അതേപോലെ തന്നെയാണ്. എഫ് ഓഫ് എക്സ് 1 കോമ പി, എഫ് ഓഫ് എക്സ് കോമ പി മുകളിലുണ്ട്, അപ്പോൾ എക്സ് 1 കോമ പി എഴുതി, ഇതുവരെ എഴുതി. ഇനി എന്ത് ചെയ്യാം, ഇതിനെല്ലാത്തിനെയും അറേഞ്ച് ചെയ്ത് എൻ സി എക്സ് വൺ എൻ സി എക്സ് ടു ഇല്ലേ, അപ്പോൾ ഇതിനെ എൻ സി എക്സ് വൺ എക്സെട്ര എക്സ് എൻ എഴുതി, ഇൻറ്റു പി റേസ് ടു എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ, പി റേസ് ടു സമ്മേഷൻ എക്സ് ഐ എഴുതി. 1 മൈനസ് പി റേസ് ടു, ഇവിടെ നോക്ക്, ഇവിടെ സ്മോൾ എൻ ആണല്ലേ, എൻ മൈനസ് എക്സ് വൺ ആണ്, അപ്പോൾ ഇവിടെ എൻ. അങ്ങനെ നമ്മൾ എത്ര ടൈംസ് എടുക്കുന്നുണ്ട്, എൻ ടൈംസ് എടുക്കുന്നുണ്ട്. അപ്പോൾ എൻ മൈനസ് സമ്മേഷൻ എക്സ് ഐ, ഇവിടെ എക്സ് വൺ എക്സ് ടു അങ്ങനെ സമ്മേഷൻ എക്സ് ഐ. ഇത്രയും വരെ എഴുതുക, വീഡിയോ പോസ് ചെയ്യുക, ഇത്രയും വരെ എഴുതുക. ഓക്കെ, ഇനി എൻ സി എക്സ് വൺ എക്സെട്ര എൻ സി എക്സ് എൻ പി റേസ് ടു എൻ എക്സ് ബാർ. സമ്മേഷൻ എക്സ് ഐന് നമുക്ക് എങ്ങനെ എഴുതാം, ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. സമ്മേഷൻ എക്സ് ഐ ബൈ എൻ ആണ് എക്സ് ബാർ. അപ്പോൾ സമ്മേഷൻ എക്സ് ഐ എന്ന് പറയുന്നത് എൻ എക്സ് ബാർ അല്ലേ. ഈ ഒരു ടേമിന് പകരം ഈ ഒരു ടേം എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ സമ്മേഷൻ എക്സ് ഐക്ക് പകരം എൻ എക്സ് ബാർ എഴുതി, ഇവിടെയും എൻ എക്സ് ബാർ എഴുതി. ഓക്കെ, ഇതിനൊന്ന് അറേഞ്ച് ചെയ്തപ്പോൾ നോക്ക്, ഈ രണ്ട് ടേമിലും എന്തുണ്ടെടാ, എക്സ് ബാർ ഉണ്ട്. ഈ രണ്ട് ടേമിലും എക്സ് ബാർ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ എക്സ് ബാർ ഉള്ളൊരു ടേമും എക്സ് ബാർ ഇല്ലാത്തൊരു ടേമും നോക്ക്. L1 ഓഫ് എക്സ് ബാർ കോമ പി, എക്സ് ബാറും പി ഉള്ളൊരു ടേം, എക്സ് ബാർ അല്ല പി ആണ് കേട്ടോ നോക്കേണ്ടത്. തീറ്റയ്ക്ക് പകരം ഇവിടെ ആരാണ്, പി ആണ്. ഞാൻ എക്സ് ബാർ എന്ന് പറഞ്ഞ എക്സ് ബാർ അല്ല കേട്ടോ, പി ആണ്. പാരാമീറ്റർ ആരാണ്, പി ആണ്. പി ആണ് നോക്കേണ്ടത്. തീറ്റയ്ക്ക് പകരം തീറ്റ അല്ലേ, ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് തീറ്റ ഉള്ളതായിരിക്കണം. തീറ്റ എന്ന് പറഞ്ഞാൽ പാരാമീറ്റർ, ഇവിടെ പാരാമീറ്റർ ആരാണ്, പി ആണ്, മറക്കണ്ട. അപ്പോൾ നോക്ക്, ഇവിടെ ഒരു പി ഉള്ളൊരു ടേം ഉണ്ട്, ഇവിടെ എന്താണ്, പി ഇല്ലാത്ത ടേം ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, എക്സ് ബാർ ഈസ് സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ഓഫ് പി എന്ന് പറയാം. ഓക്കെ, ഇത്ര എഴുതാം കേട്ടോ.